ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെന്റ് അല്ലാണ്ട് വേറെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ എക്സ്പെൻസ് വരിക? നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ വർക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് വർക്കിൽ ഒരു സ്റ്റുഡിയോ ഒരു 40,000. അപ്പോൾ നമുക്കത് മാക്സിമം 4 to 6 ചെക്സ് വരെ ചില റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ നമുക്കതിൻ്റെ റെന്റ് വരുന്നത് ഇപ്പോൾ 40,000 ആണെങ്കിൽ ഇപ്പോൾ 4 ചെക്സിന് നമുക്ക് ക്വാർട്ടർലി ആയിട്ടാണ് നമുക്ക് പേയ്മെന്റ് വരിക. ഇപ്പോൾ ഫസ്റ്റ് ചെക്ക് നമുക്കൊരു 10,000 വരും. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5% ഡെപ്പോസിറ്റ്, 5% കമ്മീഷൻ പ്ലസ് ഇജാരി. ഇപ്പോൾ 5% ഡെപ്പോസിറ്റ് പറയുമ്പോൾ 40,000 2,000 dirhams ഡെപ്പോസിറ്റ് വരും, 2,000 dirhams കമ്മീഷൻ വരും, പ്ലസ് 250 dirhams ഇജാരിയുടെ കോസ്റ്റ് വരും. പിന്നെ ഇതൊക്കെ കൂടാണ്ടുള്ള ചില ആൾക്കാരുടെ ഒരു സംശയമാണ്, ഇപ്പോൾ ഇതിൽ ദേവ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത്. ദേവ ഇതിൽ ഇൻക്ലൂഡ് അല്ല. ദേവ നമുക്ക് സെപ്പറേറ്റ് ആണ് വരിക. 2,130 dirhams നമ്മൾ ഇജാരി എഴുതി കഴിഞ്ഞാൽ ദേവയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കറണ്ടും വെള്ളം വരുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് മന്ത്ലി പേയ്മെന്റ് അതിന് സെപ്പറേറ്റ് വരും. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഇയർലി ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോഴുള്ള ചെലവ് വരുന്നത്.